കേരള കോൺഗ്രസ് എം മാണി ഗ്രൂപ്പ് ലെഫ്റ്റിനോട് ചേർന്നു, അതായത് ഇടതുപക്ഷത്തേക്ക് വന്നപ്പം CPIക്ക് വലിയ അമർഷമായിരുന്നു. ഇപ്പം സീറ്റ് വിഭജനത്തിലും ഇത് വല്ലാതെ തെളിഞ്ഞിരിക്കുക. പാല വേണം, കടുതിരുത്തി പറ്റില്ല, അങ്ങനത്തെ വാശികൾ. അപ്പോൾ ഇപ്പോൾ ജോസ് കെ മാണി പറയുന്നു ഞാൻ പാലയിലെ മത്സരിക്കൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റും പാലയിൽ ജോസ് കെ മാണി ആണ് എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. സത്യത്തിൽ ഇനി പാലയിൽ ആരാണ് മത്സരിക്കുക? അത് വീണ്ടും ജോസ് കെ മാണി അല്ലെങ്കിൽ ഒരു മാണി എഫക്റ്റ് അവിടെ വരുമോ? അതെ, ഇപ്പോൾ CPIയുടെ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ LDF എന്ന് പറയുന്ന മുന്നണിയിൽ രണ്ടാമതൊരു കക്ഷിയായി നിൽക്കുന്ന പാർട്ടിയാണ് CPI. CPIക്ക് ജോസ് കെ മാണി, അതായത് മാണി കോൺഗ്രസ് വന്നത് മുതൽ അവർക്ക് വല്ലാത്ത അമർഷമുണ്ട്. കാര്യം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിവിലേജ്, പ്രാധാന്യം ഇവർക്ക് കിട്ടുന്നില്ല, കിട്ടാതെ പോവുകയാണ് എന്നുള്ള അത് സാധാരണ ഉണ്ടാവും. അതിപ്പോൾ ഒരു സ്ഥാപനത്തെയാണെങ്കിൽ പോലും ഒരാൾ നിൽക്കുമ്പോൾ വേറൊരാൾ, കുറച്ചുകൂടെ കഴിവുള്ള ഒരാൾ വരികയോ അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഒരാൾ വരുമ്പോഴോ താൻ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നല്ലോ എന്നൊരു തോന്നൽ വരും. അതൊക്കെ യൂണിവേഴ്സലാണ്. അങ്ങനെയുള്ളൊരു പരിപാടിയാണ്, അങ്ങനത്തെ ഒരു ചിന്തയാണ് CPIക്കുള്ളത്. നേരെ മറിച്ച് അതിൽ CPI പറയുന്ന ഒരു കാരണം എന്നറിയോ, നേതാക്കൾ മാത്രമേ ഇവിടെ ഇവരുടെ കൂടെ വന്നിട്ടുള്ളൂ, അല്ലാതെ അണികളെ കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല, അവന്മാരൊക്കെ ഇപ്പോഴും മറ്റേ അങ്ങോട്ട് തന്നെയാണ് എന്നാ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ കോട്ടയം ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ആകെ 5 സീറ്റാണെന്ന്, 5 സീറ്റാവുള്ളൂ. ഈ 5 സീറ്റ് എന്ന് പറയുന്നത് തന്നെ ആ ജില്ലയിൽ ഇപ്പം LDFന് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ അവിടെ ഉണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പം ഏതാണ്ട് മിക്കവാറും സീറ്റൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് CPMന്. അതെന്തുകൊണ്ടാണ്? അത് ഈ പറയുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കൂടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ അത് ഇവർ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ എന്നോട് ഇപ്പം മീര ചോദിച്ച ഈ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം, ഈ പാലയിൽ മത്സരിക്കുന്ന കാര്യം. ഒരു നേതാവെന്ന രീതിയിൽ, ഒരു മുന്നണിയിൽ മാണി കോൺഗ്രസിനെ നയിക്കുന്ന ആളെന്ന രീതിയിൽ ജോസ് കെ മാണിക്ക് പാലയിൽ മത്സരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ആവശ്യമാണ്. പാലയിൽ അദ്ദേഹം മത്സരിക്കണം. ഒരു പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കുക. അതായത് ഇപ്പോൾ അച്ഛൻ മാണി സാറ് നിന്ന സ്ഥലം, ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ല, ആ വോട്ട് ബാങ്ക് ഒരു ഭാഗമാണ്. മാണി സാർ എഫക്റ്റും അവിടെ കാണാനുണ്ടാവും. മാണി സാർ എഫക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛനോളം മകന് ഒരു ഇഷ്ടം ആൾക്കാരെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. കാര്യം ചേട്ടാ, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചരിത്രം മാണി സാറിനും പറയാനുണ്ടാവും. പറയാനുണ്ട്. അപ്പോ ഇത് ഇന്നത്തെ ജനറേഷനിൽ ഇതൊക്കെ ഒരു പ്രശ്നമാവും. അന്ന് ആളുകൾ കൂടെ നിർത്തിയിട്ടില്ല അന്നും മാണി സാറിനെ. അല്ല, മാണി സാറിനെ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് മാണി സാർ പറഞ്ഞിട്ടുള്ളത് വളരും തോറും പിളരും തോറും വളരുന്ന ഒരു പാർട്ടിയാണെന്നാണ്. ഇപ്പം ജോസ് കെ മാണി എന്ന നേതാവിനെ സംബന്ധിച്ച് അച്ഛൻ ഉണ്ടായിരുന്ന ഒരു പേരൊന്നും പാലയിൽ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അത് എല്ലാ മക്കൾക്കും, മക്കൾ രാഷ്ട്രീയത്തിൽ എല്ലാവരെ കൊണ്ടും പറ്റത്തുമില്ല അച്ഛൻ ഉണ്ടാക്കിയിരുന്ന ഒരു പേര്. ഇപ്പം പാലയിൽ മാണി സാറ് പിന്നെ മത്സരിച്ചതുപോലെ ഈ മകൻ മത്സരിച്ചിട്ട് മകന് ഈ പറയുന്ന മാണി സി കാപ്പനെതിരെ 15,000 വോട്ടിൽ പരം വോട്ട് ലീഡ് നേടിയാണ് മാണി സി കാപ്പൻ ജയിച്ചിരിക്കുന്നത്. ഇപ്പം ജോസ് കെ മാണി പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു MLA എന്ന രീതിയിൽ ഈ മാണി സി കാപ്പൻ ഒരു രാജ്യസഭയിൽ MP ആയ താൻ എന്തെങ്കിലും ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ച് വരുമ്പോൾ തനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ മാണി സി കാപ്പ അതിന് വിലങ്ങിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മീര നേരത്തെ അല്പം മുമ്പ് സംസാരിച്ച പോലെ ഈ മാണി കോൺഗ്രസ്സിലെ മാണി സാർ ജീവിച്ചിരുന്ന സമയത്ത് മാണി സാറ് ഈ പറയുന്ന ജോസഫുമായിട്ട് ഇടഞ്ഞാണ് അവർ ഗ്രൂപ്പ് മാറുന്നത്. എന്നിട്ട് ജോസഫ് കുറച്ച് കാലം വന്ന് ഇദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നായിരുന്നു. പിന്നെയും ജോസഫ് പിണങ്ങിപ്പോയി. അപ്പോൾ ജോസഫ് കുറേ നാൾ LDF നിന്ന ആളാണ്. എന്നിട്ട് പിന്നീട് സംഭവിക്കുന്ന മാണി സാറിൻ്റെ മരണശേഷം ഈ ജോസ് കെ മാണിയും പിന്നെ ജോസഫ് വിഭാഗവും തമ്മിൽ ചിഹ്നത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചിഹ്നത്തിന് വേണ്ടിയുള്ള അടിയും ഇവർ തമ്മിൽ അകറ്റിയിരുന്നു. പിന്നീട് ഇപ്പോൾ ഇവർ വീണ്ടും ഒന്നാകണം, UDFൽ വരണം എന്നൊക്കെയുള്ള രീതിയിൽ ജോസഫ് സംസാരിക്കുന്നു. ജോസഫിൻ്റെ മകനെ അദ്ദേഹം കടിഞ്ഞാണ് ഏൽപ്പിക്കാൻ പോകുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു കേരള കോൺഗ്രസ് പോലെയുള്ള കേരളത്തിനകത്തുള്ള ഒരു പ്രാദേശിക പാർട്ടിക്കകത്ത് ഇങ്ങനെ മക്കൾ രാഷ്ട്രീയം വരുമ്പോൾ അന്ന് വരെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പിണങ്ങും. മനസ്സിലായില്ലേ? ഇപ്പം കോൺഗ്രസ് തന്നെ എൻ്റെ അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത്, കോൺഗ്രസ്സിൽ ഈ മുരളീധരനും പത്മജയും കോൺഗ്രസ്സിലെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്തേക്ക് കരുണാകരൻ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഈ രമേശ് ചെന്നിത്തലയും പിന്നെ G കാർത്തികേയനും MA ഷാനവാസും ഇങ്ങനെ ഒരുപിടി നല്ല നേതാക്കൾ ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ MA ഷാനവാസും കാർത്തികേയൻ സാറും മരിച്ചുപോയി. ഇവർ രണ്ടുപേരും, കാർത്തികേയൻ സാർ MA ഷാനവാസൊക്കെ മരണപ്പെട്ടുകൊണ്ട് ആ ഒരു തലമുറയിൽ ഇനിയിപ്പോൾ ആകെ അവശേഷിക്കുന്നത് രമേശ് മാത്രമേ ഉള്ളൂ. രമേശും പിന്നെ ഉണ്ണിത്താൻ ഒക്കെയാണ് ബാക്കി അവശേഷിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അവർക്കെല്ലാം പ്രശ്നം ഉണ്ടാവും. എങ്ങനെ? തങ്ങൾക്ക് കിട്ടിയിരുന്ന പ്രിവിലേജ് ലീഡർ ഇനി തരില്ല, മോന് കൊടുക്കും. അതേ ഒരു ഇതേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ജോസ് കെ മാണി വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ വിഷയമായി.
ആർക്ക്? ഈ പറയുന്ന മാണി സാറിന്റെ കൂടെ നിന്നവർക്ക്. അങ്ങനെ വന്നപ്പോൾ അവരെല്ലാം ഈ മകനെതിരെ തിരിഞ്ഞു. ഇപ്പോ മകൻ പറയുന്നത് ഞാൻ പാലയിൽ തന്നെ മത്സരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രിവിലേജിൻ്റെ പ്രശ്നമാണ്. അദ്ദേഹം ഒരു നേതാവെന്ന രീതിയിൽ, കേരള കോൺഗ്രസിൻ്റെ നേതാവെന്ന രീതിയിൽ താൻ ആരെയും പേടിച്ചു പോകില്ല. ഈ പാലയിൽ ഇപ്പോൾ ആകെ ഒരു ബ്രില്യൻസ് ട്യൂട്ടോറിയലും അതിനെ ചുറ്റിപ്പറ്റിയൊക്കെയുള്ള കുറേ കച്ചവടം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ ഒന്നുമില്ല. മാണി സി കാപ്പ ഒരു ചുക്കും ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ മത്സരിക്കും എന്ന് ഈ ഒരു യുവജന പരിപാടിയുടെ, മാണി കോൺഗ്രസിൻ്റെ ഒരു യുവജന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങിലാണ് ഇങ്ങനെ ജോസ് കെ മാണി പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ പറയേണ്ടി വരും. ഈ റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രി, അതെ, റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന മന്ത്രിയാണ് ഇപ്പോൾ ശരിക്കും മാണി ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് പോകുന്നത് എന്നൊരു വർത്തമാനമുണ്ട്. കാര്യം തോന്നലോ, അത് ഇന്നിപ്പോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം വന്നിട്ടും വിമർശനങ്ങളല്ല, പക്ഷെ എന്തൊക്കെയോ ഒരു പൊട്ടലും ചീറ്റലും അങ്ങനെയല്ല. അതിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നെന്ന് പറഞ്ഞ CPI പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ LDF തന്നെ നിൽക്കും, ഞങ്ങൾക്ക് വേണ്ട സ്പേസ് ഉണ്ട്, ഞങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് സ്പേസ് ഉണ്ട്, അത് ഇവർ പറയുന്ന പോലെ ഒന്നും അല്ല എന്നൊരു പാർട്ടി വക്താവിനെ പോലെയാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. എന്നാൽ റോഷി അഗസ്റ്റിനാണ് ഈ പാർട്ടിക്കും, അതായത് മാണി ഇപ്പം ഇടയ്ക്ക് പറയും ജോസ് കെ മാണി UDF പോകും, UDF പോകാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് പറയും. എന്നാൽ അത്തരത്തിലുള്ള പ്രാഥമികമായ ചർച്ചകൾ പോലും ജോസ് കെ മാണി നടത്തുന്നില്ല, അതെല്ലാം റോഷിയാണ് നടത്തുന്നതെന്നാണ് പറയുന്നത്. റോഷിയാണ് പാർട്ടിയുടെ ഇപ്പോൾ കടിഞ്ഞാൻ വെച്ചിരിക്കുന്നത്. റോഷി അഗസ്റ്റിന് ഇതുപോലൊരു അധികാര സ്ഥാനങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ റോഷി അഗസ്റ്റിന് അങ്ങനെ ആകെ അസ്വസ്ഥനാണ്. ഡിമാൻഡിങ് ഒരു ഫാക്ടർ ആയിരിക്കും റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്നത്. മന്ത്രിയാണല്ലോ. അപ്പോൾ മന്ത്രിയായിട്ട് താൻ ഇരിക്കുന്നത് കൊണ്ട് തനിക്കാണ് ഇതിനകത്ത് കാര്യങ്ങൾ പറയാൻ എന്നൊരു തോന്നൽ. അപ്പോൾ ഇവർ തമ്മിൽ സ്പ്ലിറ്റ് ആയാൽ പിന്നെ അടുത്തത് കേരള കോൺഗ്രസ് അടുത്ത വേറെ 2 ഗീറാവും. അടുത്ത വീണ്ടും റോഷി അഗസ്റ്റിൻ ഒരു ഗ്രൂപ്പാവും, ജോസ് കെ മാണി വേറൊരു ഗ്രൂപ്പാവും. ഇപ്പം ഇതിൽ പറയേണ്ടത്, ഇപ്പം ജോസ് കെ മാണി UDF പോകുന്നു, LDF നിൽക്കും എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് പറയാം. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തതാണ് ഫാദർ മാണി പുതിയിടത്തിൻ്റെ ഒരു കാര്യം. ചേട്ടൻ ഓർമ്മയുണ്ടോ? അനുസരണശീലം ഇപ്പോൾ ഉള്ളവർക്കില്ല. കേരള കോൺഗ്രസ് എമ്മിൽ ഉള്ളവർക്ക് അധികവും UDFന്റെ കൂടെ ചേരാനാണ് ഇഷ്ടം. ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ UDFന്റെ ആശയങ്ങളും, അതായത് കേരള കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഒരിക്കലും ഇടതുപക്ഷത്തിനോട് ചായ്വുള്ളതല്ല എന്നുള്ളത്, യോജിക്കാത്തതാണ് എന്നുള്ള രീതിയിൽ സഭയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. അപ്പം അതും ഇതും കൂടെ വായിക്കുന്ന സമയത്ത് ചെറിയൊരു പൊട്ടലും ചീറ്റലുകളും ഉള്ളിൽ നടക്കുന്നുണ്ട് എന്ന് വ്യക്തമല്ലേ? അല്ല, ഇതിനകത്ത് ഈ CPM എന്ന് പറയുന്ന പാർട്ടി നോക്കുന്നത് അവർക്കാകെ വോട്ട് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. CPMന് 10 വോട്ട് കൂടുതൽ കിട്ടുന്നത്. കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിലാണെങ്കിൽ മുന്നണിയിൽ പോലും ഈ ജോസ് കെ മാണി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ജോസ് കെ മാണി മുന്നണിയുടെ അകത്തേക്ക് വന്നത്. ഇപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ വർത്തമാനവുമായി നമ്മൾ കൂടിക്കലർത്തി പറയുമ്പോൾ, അതായത് മീര, ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. നമ്മൾ ഈ പറയുമല്ലോ, എന്തോ പറയുക, ജനിതകം എന്നൊക്കെ പറയില്ലേ, ഒരു സാധനം അതിനകത്തുണ്ട്. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചേരിൻ്റെ അടുത്തേ ചേരുള്ളൂ. അപ്പോൾ ചേരിൻ്റെ അടുത്ത് ചേരാതെ വരുമ്പോഴാണ് അതവിടെ ചർച്ചയാകുന്നത്. ഇവർ മാണി സാർ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇവർ പറയുന്ന LDF മാണി സാറിൻ്റെ പാർട്ടി വരത്തേയില്ല, അത് ഉറപ്പാണ്. പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ഒരു നിലനിൽപ്പിൻ്റെ വിഷയം ഉള്ളതുകൊണ്ടാണ് അതിനെ അത്ര കണ്ട് അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചു ഈ ജോസഫ് ഗ്രൂപ്പുകാർ. അതുകൊണ്ടാണ് അദ്ദേഹം കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ അച്ഛൻ പറയുന്നതിൽ അർത്ഥമുണ്ട്. അച്ഛൻ പറയുന്നത് മാണി ജീവിച്ചിരുന്നെങ്കിൽ, KM മാണി ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ പോകുമായിരുന്നോ? ബേസിക്കലി നമ്മളെല്ലാം ഇങ്ങനെയല്ലേ, നമുക്ക് വന്നുകൂടെ, നമ്മുടെ അണികളെല്ലാം നമ്മളെല്ലാം ഒരു വലതുപക്ഷ ചായ്വുള്ളവരല്ലേ, നമ്മൾ പോകേണ്ടതല്ലേ എന്ന് അച്ഛൻ ചോദിക്കുകയാണ്. കാര്യം ഇവരുടെയൊക്കെ വോട്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന പള്ളിയും വികാരിയും മെത്രാനും ഒക്കെ അടങ്ങുന്ന ഒരു ഇതിലാണ്. കാര്യം മെത്രാൻ രാവിലെ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോഴേക്കും അടുത്തത് തിരഞ്ഞെടുപ്പിന് 3-4 ദിവസമൊക്കെ ആണല്ലോ. അപ്പോൾ മെത്രാൻ പറയും, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ പറയും, കുഞ്ഞുങ്ങളെ, നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ആളാണ് മത്സരിക്കുന്നത്, നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യണം എന്ന് അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ പാവം ചില വീട്ടമ്മമാരെങ്കിലും വോട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബേസിക്കലി മാണി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇവർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് പറയാതെ പറയുന്ന അവസരത്തിൽ ഇപ്പോൾ എന്ത് വന്നാലും തദ്ദേശ ഇലക്ഷൻ വരെ ഈ ഒരു കൂട്ടുകെട്ടിലൊക്കെ പോകും. തദ്ദേശ ഇലക്ഷൻ കഴിയുമ്പോൾ മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണി ഇതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കും. അതിൽ റോഷി അഗസ്റ്റിൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ മാണി സാറിൻ്റെ മകൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പിന്നെ പാലയിലെ കാര്യം, ഇപ്പോൾ കുറച്ചു മുമ്പ് കേൾക്കുന്ന വേറൊരു വാർത്ത, അദ്ദേഹം കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്ന് വേറൊരു വക്താവ് പറയുന്നുണ്ട്. ആര് പറഞ്ഞു പാലയിൽ എന്നൊക്കെ? ഇതൊക്കെ നമ്മളെ ഒരുമാതിരി മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. പക്ഷേ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആണത്തത്തോടെയാണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞത്. ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു തീരുമാനമാണ് ജോസ് കെ മാണി പറഞ്ഞെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ ഫൈറ്റ് ചെയ്ത് നിന്ന് പാലയിൽ ഈ പറയുന്ന മാണി സി കാപ്പനെ തോപ്പിച്ച് കാണിച്ചു കൊടുക്കണം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മെറിറ്റ് നമ്മൾ അളക്കപ്പെടുന്നത്.